നീളെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളാണ്. ഇവിടെ പത്രത്തിലൊക്കെ പകുതി പേജും ലഹരി കുറെ നാളുകളായി തുടങ്ങിയിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ. പിണറായി വിജയൻ വർത്തമാനം തുടങ്ങിയാൽ മുഴുവൻ ലഹരി വിരുദ്ധ സ്കൂളുകളില്, കോളേജുകളില്, മറ്റ് പൊതു ഇടങ്ങളിലൊക്കെ ലഹരി വിരുദ്ധ പ്രസംഗങ്ങള്, ലഹരി വിരുദ്ധ പ്രസ്താവനകള്. അതേസമയം തന്നെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കൂടുതൽ ബാറുകൾ തുറക്കുക, അല്ലെങ്കിൽ ബാറുകൾക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കുക. അതായത് ഡ്രൈ ഡേ, അതായത് എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആയിരുന്നു. കഴിഞ്ഞ ഈ പുതിയ മദ്യനയത്തിൽ ഡ്രൈ ഡേ മാറ്റുന്നു. ഡ്രൈ ഡേ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ മുഴുവൻ ആൾക്കാർക്കല്ല കേട്ടോ. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകളിൽ പോയി, ബാറുകളിൽ പോയി നിങ്ങൾക്ക് മദ്യപിക്കാം 1-ാം തീയതി. അപ്പൊ 1-ാം തീയതി മദ്യപിക്കാം, പക്ഷെ കാശ് ഇത്തിരി കൂടും. സാധാരണ ഈ ലോക്കൽ ബാറുകളിൽ പോയി പൂസാവുന്ന ആൾക്കാർ അന്ന് ഒരു 3 സ്റ്റാറിന് മുകളിലുള്ള ബാറുകളിൽ പോയാൽ നിങ്ങൾക്ക് മദ്യം കിട്ടും. ഇപ്പൊ കള്ള് ഷാപ്പുകളുടെ പ്രത്യേക കള്ള് പാർലറുകൾ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് റിസോർട്ടുകളിലും, പിന്നെ ഈ ബാറുകളിലും, പുതിയ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഈ പുതിയ ടോഡി ബാറുകൾ തുടങ്ങാൻ പോകുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിന്റെ ഒരു ആത്മവഞ്ചന എന്താണെന്നറിയോ? പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ പര്യായമാണ് പിണറായി സർക്കാർ. കുടിലതയുടെ, ക്രൂരതയുടെ, വഞ്ചനയുടെ ഒക്കെ പര്യായമായി മാറിയിരിക്കുകയാണ് പിണറായി സർക്കാർ. അതിൽ ഏറ്റവും പ്രകടമായത് ഈ പറയുന്ന ലഹരി വിരുദ്ധമാണ്. അല്ല കൂട്ടരെ, ഈ കള്ള് എന്ന് പറയുന്നത്, മദ്യം എന്ന് പറയുന്ന ലഹരിയല്ലേ? ഇപ്പം ഉണ്ടാക്കിയ ഒരു വേർതിരിവെന്ന് എന്താന്ന് വെച്ചാൽ, കഞ്ചാവ് ഈ MDMA പോലുള്ള ലഹരി വസ്തുക്കള്, രാസപദാർത്ഥങ്ങൾ, MDMA പോലുള്ള രാസപദാർത്ഥങ്ങളും ഈ കഞ്ചാവും, ഇത് ലഹരി. മദ്യം, കള്ള് എന്നൊക്കെ ഉള്ളത് അത് ലഹരി അല്ല അത്ര. അങ്ങനെയാണ് പറഞ്ഞ് അതായത് ലഹരി വിരുദ്ധ പോരാട്ടം എന്ന് പറയുമ്പോൾ കഞ്ചാവിനെതിരായ പോരാട്ടം, MDMAക്കെതിരായ പോരാട്ടം, കള്ളിനെതിരായ പോരാട്ടം കേട്ടോ. കള്ളിനെതിരായ, മദ്യത്തിനെതിരായ പോരാട്ടമല്ല. കാരണം പിണറായി സർക്കാരിന് മദ്യത്തിനെതിരായ പോരാട്ടം നടത്താൻ പറ്റില്ല. അപ്പൊ ഞാനിത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മദ്യം മുഴുവൻ നിരോധിക്കണമെന്നോ, പണ്ട് എ കെ ആന്റണി ചെയ്ത പോലെ, എ കെ ആന്റണി ചെയ്തത് ഇവിടുത്തെ എന്താ പറയാ, കള്ള് ഷാപ്പുകളല്ല നിരോധിച്ചത്, എന്താണ്, റാക്ക് ഷാപ്പുകൾ, ചാരായ ഷാപ്പുകൾ നിരോധിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു മദ്യവർജനത്തിനൊക്കെ തുടക്കം വിട്ട ആന്റണി, അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഉമ്മൻചാണ്ടി ഇവിടെ ചെയ്തത്, അത് ഇവർ തമ്മിലുള്ള തർക്കമായിരുന്നു. സുധീരനും ഉമ്മൻചാണ്ടിയൊക്കെ തമ്മിലുള്ള തർക്കം, അതിന്റെ അവസാനം സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ബാറുകൾക്കൊക്കെ പൂട്ട് വീണു. ശരിക്കും കേരളത്തിലെ മുഴുവൻ ആൾക്കാരും മഹാകുടിയന്മാരായത് അതിനുശേഷമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇത് നിയന്ത്രിക്കണം എന്നല്ല പറയുന്നത്, ഇത് നിരോധിക്കണം എന്നല്ല പറയുന്നത്. മദ്യം അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ, ഞാൻ എന്റെ ഒരു വ്യക്തമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഈ ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും മനുഷ്യരുടെ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പുരാണ കാലം മുതൽക്കേ, ആദികാലം മുതൽക്കേ ലഹരിക്ക് അടിമപ്പെടുകയല്ല, ലഹരി നുണയാണല്ല, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കാനുള്ള, അല്ലെങ്കിൽ അത് ആസ്വദിക്കാനുള്ള ഒരു മോഹം, അല്ലെങ്കിൽ അതിനോട് ഒരു വാഞ്ച, അമിതമായ ആഗ്രഹം എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ്. അപ്പൊ ഇത് നിരോധിക്കുകയല്ല വേണ്ടത്, പകരം ഇത് നിയന്ത്രിക്കുക. ഇതിനൊരു നിയന്ത്രണം വേണം. എങ്ങനെയാണ്? ആരാണ് നിയന്ത്രിക്കേണ്ടത്? ഇപ്പം എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആണ്. അന്ന് ബാർ തുറക്കില്ല, അന്ന് ബിവറേജസ് തുറക്കില്ല, അന്ന് മദ്യം കിട്ടില്ല. എന്താ ചെയ്യുക? തലേ ദിവസം അതിനുള്ള സ്റ്റോക്ക് വാങ്ങി വെക്കും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. അതായത് 1-ാം തീയതി സാധനം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തലേ ദിവസം ബാറിലും ഈ പറയുന്ന ബിവറേജ് ഷോപ്പിനൊക്കെ മുന്നിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതല്ല അതിന് മാർഗം. പൂട്ടിയിടലല്ല, സമയം എന്താ പറയാ, സമയം ചുരുക്കൽ ഒന്നുമല്ല. അതിന് പകരം വളരെ കൃത്യമായി എന്താണ് ഈ മദ്യപാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള, മദ്യപാനത്തിന്റെ എന്ന് മാത്രമല്ല, ലഹരി ഉപയോഗം അത്രമാത്രം അപകടകരമാണോ? ലഹരി ഉപയോഗം കൊണ്ട് എന്തൊക്കെയാണ് തകരാറുകൾ? ഇവിടെ യഥാർത്ഥത്തിൽ പറച്ചിൽ കേട്ടാൽ വിചാരിക്കും കഞ്ചാവ് അടിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. കഞ്ചാവ് അടിച്ചാൽ പ്രശ്നമാണ്, MDMA അടിച്ചാൽ പ്രശ്നമാണ്. അതേസമയത്ത് മദ്യപിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. മദ്യപിച്ച് വണ്ടി ഓട്ടരുത് എന്നൊക്കെ മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ മദ്യപിക്കാം. ഇഷ്ടം പോലെ ബാറുകൾ, ബിവറേജ് ഷോപ്പുകളൊക്കെ, റിസോർട്ടുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഇതിനുള്ള പ്രത്യേക സംവിധാനമൊക്കെ പിണറായി സർക്കാരും മരുമോനൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതേസമയത്ത് കഞ്ചാവ് അത് പറ്റില്ല. അപ്പോൾ ഇവിടെ പറയേണ്ടത്, കഞ്ചാവും MDMAയും മദ്യവും എല്ലാം ഒരേ കാറ്റഗറിയാണ്, എല്ലാം ലഹരിയാണ്, എല്ലാം ആരോഗ്യത്തിന് ഹാനികരമാണ്. എപ്പോൾ ഹാനികരമാണ്? അളവിൽ കൂടുമ്പോൾ. അതാണ് ഏറ്റവും പ്രധാനം. അളവിൽ കൂടുമ്പോൾ, വളരെ മിതമായ തോതിൽ മദ്യം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാറില്ല. മിതമായ തോതിൽ. പക്ഷെ ഈ മിതമായ തോതിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം.
ഈ മിതമായ തോതില്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ മിതമായ തോതിൽ ലഹരി ഉപയോഗിക്കാൻ ആളുകൾക്ക് പരിശീലനം സിദ്ധിക്കുക, അല്ലെ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മൈത്രേയന്റെ ഒരു വീഡിയോ കേട്ടിട്ട് വളരെ വളരെ കൃത്യമായ മൈത്രേയൻ പറയുന്ന ആ അഭിപ്രായം. മൈത്രേയൻ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മൈത്രേയൻ ചോദിക്കുന്നു, ഈ 2 വീലറിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഞാനൊക്കെ ഒരുപാട് കാലം 2 വീലർ ഓടിച്ച ഒരാളാണ്. അപ്പൊ 2 വീലറിൽ സഞ്ചരിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ പാതയിലൂടെ, ഇപ്പോഴത്തെ ഈ എന്താ പറയാ, ഒരു നിയന്ത്രണവും ഇല്ലാതെ വാഹനങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മതിയായ സൗകര്യങ്ങളിൽ മതിയായ വീതിയില്ലാതെ ഈ ചെറിയ റോഡിലൂടെ വാഹനം, പ്രത്യേകിച്ചും പ്രൈവറ്റ് ബസ്സുകളൊക്കെ ചീറിപ്പായുന്നതിന്റെ ഇടക്ക് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റിസ്ക് ആണ്. അത് നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്തത്? നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നു. സർക്കാർ പറഞ്ഞു ഹെൽമെറ്റ് വെക്കണം, ഹെൽമെറ്റ് വെച്ചിട്ട് മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത് എന്താണ്? ഇതിനൊരു നിയന്ത്രണമാണ്. ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന അപകടങ്ങൾ ഒരു 90% വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങൾ മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചില നിയന്ത്രണങ്ങൾ. അപ്പം ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരു ഹെൽമെറ്റ് ഘടിപ്പിച്ച പോലെ, ഹെൽമെറ്റ് നിർബന്ധമാക്കിയതുപോലുള്ള ഒരു നിയന്ത്രണം, ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ ഇനി മറ്റൊന്ന്, ഈ ബോധവൽക്കരണത്തിന്റെ ഒരു അപഹാസ്യത നോക്കണേ. അതായത് ഇപ്പം പറയുന്നത് ഈ MDMA പോലുള്ള രാസലഹരിയൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ വിവരമില്ലാത്ത, ബോധമില്ലാത്ത, എഴുത്തും വായനയെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊന്നല്ല. ഇത് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ചലച്ചിത്ര മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും സാമൂഹിക മേഖലകളിലൊക്കെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ബോധവൽക്കരണമാണ് നടത്തേണ്ടത്? ഇവർക്കൊന്നും അറിയില്ലേ? അപ്പൊ അതല്ല പ്രശ്നം. ബോധവൽക്കരണം കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. ബോധവൽക്കരണത്തെ എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവർക്കും കൃത്യമായ കാര്യങ്ങൾ അറിയില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. നിങ്ങൾക്ക് മദ്യം, ഇത് കേട്ട മദ്യം കൈകൊണ്ട് തൊടാനേ പാടില്ല, അല്ലെങ്കിൽ കഞ്ചാവ് കൈകൊണ്ട് തൊടാനേ പാടില്ല, അല്ലെങ്കിൽ MDMA കൈകൊണ്ട് തൊടാനേ പാടില്ല. ഇതൊക്കെ ഭയങ്കര തൊട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ തീർന്നു. അതല്ല. ഇതൊക്കെ ഒരു പരിധി വെച്ചിട്ട് ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും, പഞ്ചസാര ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയുന്നു. മീൻ വറുത്തതോ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ പൊരിച്ച വസ്തുക്കൾ ആഹാരത്തിന് ഹാനികരമാണെന്ന് പറയുന്നു. ഈ ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന മധുരപലഹാരങ്ങൾ ശരീരത്തിന് ഹാനികരമാണെന്ന് പറയുന്നു. ചോറ് കഴിക്കുന്നത്, നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതേപോലെ പള്ളർച്ചും കള്ളു കുടിച്ചാൽ അതും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇവിടെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കള്ള് മഹത്തരമാണ്. കള്ളിപ്പം പറയുന്നത് കള്ള് ഭയങ്കര സംഭവമാണ്, ആരോഗ്യദായകമായ സംഭവമാണ്. അതേസമയത്ത് മറ്റേ മദ്യം, വിവിധ തരത്തിലുള്ള മദ്യം, ജവാനൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി നമ്മൾ തന്നെ കൊടുക്കും. അപ്പൊ ഈ മദ്യം കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം മദ്യവും കള്ളും ഒക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി സർക്കാർ KN ബാലഗോപാല് ട്രഷറി ഖജനാവ് കൂട്ടി പോവുകയാണ് നല്ലത്. അപ്പൊ മനുഷ്യന്മാരെ കൊള്ളയടിക്കുന്ന, ഇതിൽ ഏറ്റവും പ്രധാനം ലോട്ടറിയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് വേറൊരു വിഷയമായതുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങളെ ഇത്രമേൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഏർപ്പാട്, ലോട്ടറി പോലെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വ്യാമോഹിപ്പിച്ച് കയ്യിലുള്ള പൈസ മുഴുവൻ ലോട്ടറി ടിക്കറ്റ് എടുത്ത് കുത്തുപാളയെടുക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ, ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കേരളത്തിലെ 99% ലോട്ടറി എടുക്കുന്ന ഒരു ശീലത്തിലേക്ക് വന്നിരിക്കുന്ന. അവസാനം ലോട്ടറി എടുക്കുന്നത് 1, 2, 3 അല്ലെങ്കിൽ 10, 15, 20 ആൾക്കാർക്ക്. ബാക്കിയുള്ളവർ മുഴുവൻ നിരാശരാകുന്നു, അല്ലെങ്കിൽ അവർ വീണ്ടും ഇതിലേക്ക് കടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് ഖജനാവ് നിറയ്ക്കുന്ന സർക്കാർ, മദ്യത്തിൽ നിന്നുള്ള നികുതി കൊണ്ട് ഖജനാവ് നിറയ്ക്കുന്ന സർക്കാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം മദ്യം വേണം, കള്ളു വേണം, ലോട്ടറി വേണം. അതേസമയത്ത് കഞ്ചാവ് അല്ലെങ്കിൽ MDMA പോലുള്ള അത് ലഹരി വസ്തുക്കളാണ്. ഇപ്പൊ അതാണ് കുട്ടികളുടെ ചോദിച്ചാൽ പറയും. അതായത് കഞ്ചാവ് ലഹരിയാണ്, MDMA ലഹരിയാണ്, പക്ഷെ മദ്യം ലഹരിയല്ല. പിന്നെന്താ മദ്യം? അത് ആരോഗ്യദായകമാണ്, കള്ള ആരോഗ്യദായകമാണ്. മറ്റേത് ഖജനാവുദായകമാണ്, അങ്ങനെ വേണം പറയാം. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനോരമയിലെ സ്റ്റോറി കള്ളും സ്റ്റാർ എന്നുള്ളതാണ്. അതായത് ടൂറിസം മേഖലയിൽ 3 സ്റ്റാർ റെസ്റ്റോറന്റുകളിൽ കള്ള് ഷാപ്പ് തുടങ്ങാമെന്നാണ് പുതിയ നയം കേട്ടോ. അതായത് വിനോദസഞ്ചാര മേഖലകളിലെ 3 സ്റ്റാറോ അതിന് മുകളിലോ ക്ലാസിഫിക്കേഷനുള്ള റെസ്റ്റോറന്റുകളിൽ കള്ള് ഷാപ്പ് തുടങ്ങാൻ പുതിയ മദ്യനയത്തിൽ വ്യവസ്ഥ. ഇവിടെ കള്ളു വ്യവസായ വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ടോഡി പാർലറുകൾ തുടങ്ങാം. സംസ്ഥാന ടൂറിസം വകുപ്പാണ് റെസ്റ്റോറന്റുകൾക്ക് ക്ലാസിഫിക്കേഷൻ നൽകുന്നത്. പിന്നെ പറയുന്നു 3 സ്റ്റാർ ഹോട്ടലുകൾക്കും റിസോർട്ടുകൾക്കും അവരുടെ വളപ്പിലെ തെങ്ങ് ചെത്തിയെടുക്കുന്ന കള്ള് അതിഥികൾക്ക് വിളമ്പാൻ
കഴിഞ്ഞ മദ്യനയത്തിൽ അനുമതി നൽകിയിരുന്നു. എന്തൊക്കെ 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 പുതിയ പുതിയ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവരുന്നത് അറിയോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കള്ളും സ്റ്റാർ, ഇനി കള്ളും സ്റ്റാർ ആണ്, കള്ള് സ്റ്റാർ ആണ്. ഇനി എന്നാണ് കഞ്ചാവ് സ്റ്റാർ ആവുക നോക്കിയാൽ മതി, അല്ലെങ്കിൽ MDMA എന്നാണ് സ്റ്റാർ ആവുക നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നത് പിണറായി സർക്കാരിന് ഒരു 3ാം ടേം കൂടി കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഇതേപോലെ അച്ചടിച്ചു വരും. കള്ളും സ്റ്റാർ, കഞ്ചാവും സ്റ്റാർ, MDMAയും സ്റ്റാർ, ഒക്കെ സ്റ്റാർ സ്റ്റാർ സ്റ്റാർ, അങ്ങനെ സ്റ്റാർ അടിച്ച് ഭരണം മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. വീണ്ടും ഞാൻ പറയുന്നു, കള്ള്, മദ്യം, കഞ്ചാവ്, MDMA എല്ലാം ലഹരി വസ്തുക്കളാണ്. ഇതൊക്കെ പരിപൂർണമായി നിരോധിക്കുകയല്ല വേണ്ടത്. ഇവർക്ക് കൃത്യമായ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇപ്പൊ നടക്കുന്ന മാതിരിയുള്ള ബോധവൽക്കരണം അല്ല. കൃത്യമായി ഇവയുടെയൊക്കെ പെരുപ്പിച്ച് പറയുന്നില്ല വേണ്ടത്. കഞ്ചാവ് അടിക്കുമ്പോഴത്തേക്ക് ആകെ പിരിയളകി പോകും, അല്ലെങ്കിൽ MDMA കഴിക്കുമ്പോഴത്തേക്ക് ആകെ ചത്തുപോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര വീതം ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുക, അതിനുള്ള അവസരങ്ങൾ ഒരുക്കുക. ഞാൻ ഓർമ്മ വരുന്നത്, നമ്മുടെ ഒരു സുഹൃത്തായ പത്രപ്രവർത്തകന് മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫീച്ചർ എഴുതിയിരുന്നു. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അതായത് ഈ ബാറിൽ പോയി മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ബിവറേജസ് നിന്ന് കിട്ടുന്ന മദ്യത്തിന്റെ ഒരു 4 ഇരട്ടി വില കൊടുക്കേണ്ടി വരും ബാറിൽ പോയാൽ. അതുകൊണ്ട് സാധാരണ ഈ പുതിയ മദ്യപാനികളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പുതുതായി മദ്യപാനത്തിലേക്ക് കടക്കുന്ന ആൾക്കാരൊക്കെ സാധാരണ ഈ ബീവറേജസ് പോയിങ്ങാണ്ട് ഒരു പൈന്റ്, ചിലപ്പോൾ അവിടെ ക്വാർട്ടർ ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ഒരു പൈന്റ് ബോട്ടിലാണ് ഇവർക്ക് ചെറുത് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി അത്രയേ ഉള്ളൂ. അതായത് ഒരു പെഗ് മതി. സാധാരണ അങ്ങനെയൊക്കെയാണല്ലോ മദ്യപാനം തുടങ്ങുക, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മദ്യപാനം തുടങ്ങിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ തൽക്കാലം ഒരു പെഗ് അല്ലെങ്കിൽ 2 പെഗ്, അല്ലെങ്കിൽ 2 പെഗ് കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഒരു മിതമായ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു മദ്യപാനമാണ്. അതല്ലാതെ 6, 7, 8 ഒരു കുപ്പി അങ്ങനെയൊക്കെയാണ് മലയാളിയുടെ മദ്യപാന ശീലം എന്ന് പറഞ്ഞാൽ. ഒരു ഫുള്ള് തീർക്കുക, അല്ലെങ്കിൽ ഒന്നര ഫുള്ള് തീർക്കുക എന്നൊക്കെയാണ് ഇവരുടെ ഒരു ശീലം. ഞാൻ അതല്ല പറയുന്നത്. ഇപ്പൊ ഒരു പെഗ് അല്ലെങ്കിൽ 1.5 പെഗ് അല്ലെങ്കിൽ 2 പെഗ് എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിലൊക്കെ നമുക്കറിയാലോ. വിദേശ രാജ്യങ്ങളിലൊക്കെ വിദേശ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവര് കള്ളു കുടിച്ച് പൂസായി ഇവിടെ മലയാളികൾ നടക്കുന്ന പോലെ തലകുത്തി നടക്കല്ലേ ചെയ്യുക. അത് ഭക്ഷണത്തിന്റെ കൂടെ ഒരു അപ്പൻഡൈസർ ആയിട്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റി മദ്യം കഴിക്കുന്നത് അത്ര വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എന്താ ചെയ്യുക? ബാറിൽ പോയാൽ വലിയ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം ബിവറേജസ് പോയി കണ്ട് ഒരു പൈന്റ് വാങ്ങും. പൈന്റ് വാങ്ങിയാൽ അതിലുള്ള ഈ 6 പെഗ് മുഴുവനും എന്താ ചെയ്യാതെ വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലൊക്കെ സോഡ വാങ്ങിക്കാണ്ട് അവസാനം ഈ എങ്ങനെയും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അപ്പൊ ഈ 6 പെഗ് ഒന്നിച്ചടിക്കും. അതായത് 2 പെഗ് അടിക്കേണ്ട ആളെയും 6 പെഗ് അടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരെ നമ്മുടെ ഇവിടുത്തെ ഈ ചില നിയന്ത്രണങ്ങൾ വരുന്നു. അപ്പൊ നമുക്ക് ഇത് സംബന്ധിച്ച് വേറെ പുതിയൊരു വീഡിയോ ചെയ്യാം. ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇത്തരത്തിലുള്ള ഈ ഇരട്ടത്താപ്പുകൾ ഈ ലോകത്തിന് മുമ്പിൽ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് മുമ്പിൽ ഞങ്ങൾ ഇതാ ഭയങ്കര ആദർശ വീരന്മാരാണ്, ലഹരിക്കെതിരെയൊക്കെയാണ്. പക്ഷെ അതേ സമയത്ത് നമ്മളിതാ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരൊറ്റ വാചകമാണ് എനിക്കിതിൽ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത്. ലഹരി എന്ന് പറയുന്നത് കഞ്ചാവും MDMAയും മാത്രമല്ല. ലഹരി എന്ന് പറയുന്നത് കള്ളും മദ്യവും എല്ലാം ലഹരിയാണ്. എല്ലാ ലഹരിയും മനുഷ്യ ശരീരത്തിന് ഹാനികരവുമാണ്. അതേ സമയത്ത് ഏറ്റവും ക്രമപ്രകാരം ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അത്യാവശ്യം മനുഷ്യന്റെ ആനന്ദദായകമായ, മനുഷ്യന്റെ വ്യത്യസ്തങ്ങളായ അവന്റെ ഒരു ആസ്വാദനത്തിനൊക്കെ സഹായകമാണ് ചെറിയ അളവിൽ. അപ്പൊ ചെറിയ അളവിൽ എങ്ങനെയാണ് ലഹരി ഉപയോഗിക്കേണ്ടത്, അതായത് 2 വീലറിൽ എങ്ങനെയാണ് ഹെൽമെറ്റ് ഉപയോഗിച്ച് സുരക്ഷിത യാത്ര ചെയ്യേണ്ടത് എന്ന് ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ ബൈക്ക് യാത്രികരെ പഠിപ്പിച്ചതുപോലെ ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് മിതമായ അളവിൽ ആരോഗ്യത്തിന് ഹാനികരമാവാതെ എങ്ങനെയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്. ലഹരി വസ്തുക്കൾ കള്ള് മാത്രമല്ല കേട്ടോ, കള്ളും മദ്യവും കഞ്ചാവും MDMAയും ഒക്കെ ഏത് രീതിയിലാണ് ഏറ്റവും മിനിമൈസ് ചെയ്ത് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് കഞ്ചാവിനൊക്കെ ഒരുപാട് ഔഷധ മൂല്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. കഞ്ചാവിനൊക്കെ ഒരുപാട് ഔഷധ മൂല്യങ്ങൾ നിങ്ങൾ എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ഇപ്പൊ ഹൈബ്രിഡ് കഞ്ചാവുകളാണ് അത്രേ. ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പുറത്തൊന്നും വേണ്ട, ഈ വലിയ മലമുകളിലൊന്നും പോകണ്ട. ഇത് എന്താ പറയാ, വളർത്തിയെടുക്കുന്നത് നിങ്ങളുടെ സ്വകാര്യ മുറിയിൽ വളരെ വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് കഞ്ചാവ് വളർത്തിയെടുക്കാം പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച്. അപ്പൊ ആ രീതിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. ഇതിന്റെ ഒരു കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സാധാരണ ഈ എന്താ പറയാ, മലമുകളിലും അല്ലെങ്കിൽ കാടുകളിലൊക്കെ കഞ്ചാവ് വേട്ട എന്നൊക്കെ പറഞ്ഞ എക്സൈസ് സംഘമൊക്കെ പോകാറുണ്ടല്ലോ. ഈ ആരാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി വസ്തുക്കൾ, ഇപ്പം
മദ്യവും ഈ പറയുന്ന കള്ളും ഇതൊക്കെ സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇതിന്റെ ഒരു കസ്റ്റോഡിയനും, സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിപണനം നടത്തുന്ന ആൾക്കാരൊക്കെ സർക്കാർ തന്നെയാണ്, അല്ലാതെ സ്വകാര്യ വ്യക്തികളല്ലല്ലോ. പക്ഷെ ഇവിടെ കഞ്ചാവും ഇതേപോലുള്ള ലഹരി വസ്തുക്കളും ഇവിടുത്തെ ഒരു വിഭാഗം ക്രിമിനലുകളാണ്, സാമൂഹ്യ വിരുദ്ധരാണ് കഞ്ചാവ് കൃഷി നടത്തുന്നത്, കഞ്ചാവ് വിപണനം നടത്തുന്നത്, അല്ലെങ്കിൽ കഞ്ചാവ് ബിസിനസ് നടത്തുന്നത് ഒരു വിഭാഗം ക്രിമിനലുകളാണ് ശരി തന്നെ. പക്ഷെ ഇത് ഒരു ഭാഗം ഗുണ്ടകള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെന്നൊക്കെയാണല്ലോ നമ്മളുടെ ഒരു വെപ്പ്. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുമായി ഞാൻ സംസാരിച്ചപ്പോഴേ അദ്ദേഹം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റൊക്കെ വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയോ, അതായത് നമ്മുടെ വനമേഖലകളിലൊക്കെ ഇഷ്ടം പോലെ കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ട്. ആരാണ് കഞ്ചാവ് കൃഷി നടത്തുന്നത്? അദ്ദേഹം പറയുന്നത് മൂന്ന് വിഭാഗങ്ങൾ ഒരുമിച്ചാണ് കഞ്ചാവ് കൃഷി നടത്തുന്നത്. ഇതിന് മൂന്ന് തട്ടുകളുണ്ട് അത്രേ, അല്ലെങ്കിൽ 3 ലെയറുകളുണ്ട്. എവിടെയും കഞ്ചാവ് കൃഷി ഒരാൾക്ക് ഒരു വലിയൊരു ഗുണ്ടക്ക് പോയി കണ്ട് കഞ്ചാവ് കൃഷി നടത്താനും പറ്റില്ല. ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും കഞ്ചാവ് കൃഷി നടത്താൻ ഏറ്റവും പ്രധാനമായിട്ട് 3 ഘടകങ്ങൾ വേണം. ഒന്ന്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് പൊളിറ്റിക്കൽ പവറാണ്. ഒരു രാഷ്ട്രീയ നേതാവ്, ഇവിടുത്തെ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ കക്ഷി ആയിക്കോട്ടെ, അധികാരമുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒരു തലപ്പത്ത് വേണം. അദ്ദേഹമാണ് ഈ കഞ്ചാവ് കൃഷിയുടെ അല്ലെങ്കിൽ ലഹരിയുടെ ഒരു മൊത്ത വ്യാപാരി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കീഴിലാണ് പണം മുടക്കാനുള്ള ഒരു ടീം ഉണ്ട്. രണ്ടാമത് പണം മുടക്കാനുള്ള ഒരു ടീം. മൂന്നാമത് ഇത് കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാർ, കൂലിപ്പണിക്കാർ, അല്ലെങ്കിൽ ഇതിന്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ. നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ താഴെ തട്ടിലുള്ള ഈ കൂലിപ്പണിക്കാരെയും, അല്ലെങ്കിൽ ഇത് വളർത്തുന്ന ആൾക്കാരെയും, ഇതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ആൾക്കാരെയും, അല്ലെങ്കിൽ ഇത് വെട്ടിയെടുക്കുന്ന ആൾക്കാരെയും, ഇത് പ്രോസസ് ചെയ്യുന്ന ആൾക്കാരും മാത്രമാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നിയമം അവരെ മാത്രമാണ് നമുക്ക് മുമ്പിൽ കാണിക്കുന്നത്. ഒരുപക്ഷെ അതിന് മുകളിൽ ഇതിന് ഫിനാൻസ് ചെയ്യുന്ന ആൾക്കാരെയും ഒരുപക്ഷെ കാണിച്ചേക്കാം. പക്ഷെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് ഇതിന്റെ ഫസ്റ്റ് ലെയർ, ടോപ്പ് ലെയർ. അവർ ഇവിടുത്തെ ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണ്. ഇതാർക്കും അറിയില്ല എന്നുള്ളത് ആരും പറയില്ല. അപ്പൊ നമ്മൾ സാധാരണ ഒരു പൊതുബോധം എന്താണ്? കഞ്ചാവ് വനമേഖലകളിലൊക്കെ കൃഷി ചെയ്യുന്ന ആരാ കൃഷി ചെയ്യുന്നപ്പ? അത് കുറെ ക്രിമിനലുകൾ, കുറെ സാമൂഹ്യ വിരുദ്ധര്, കുറെ ഗുണ്ടകള് എന്നൊക്കെയല്ലേ പറയാ. ഇതൊക്കെ സാമൂഹ്യ വിരുദ്ധരും ഗുണ്ടകളൊക്കെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആരാണ്? ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് കഴിഞ്ഞാൽ ഇവിടുത്തെ സാമ്പത്തികമായി ഇതിനുവേണ്ടി സഹായം ചെയ്യുന്ന ഇവിടുത്തെ ധനാഢ്യർ, അല്ലെങ്കിൽ ഏത് വിധേനയും പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഘടകം. മൂന്നാമത് ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്ന സാധാരണക്കാരായ ആദിവാസികളും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാരെയും ഇവരെ മാത്രമാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കേരളത്തിലെ ലഹരി വ്യാപാരം കൊഴുക്കുന്നത്. അപ്പൊ ഈ സർക്കാർ, ഏത് സർക്കാർ, പിണറായി വിജയൻ സർക്കാർ പോയി നാളെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള സർക്കാരോ, അല്ലെങ്കിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരോ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആരെങ്കിലും വരട്ടെ, ആര് വന്നു കഴിഞ്ഞാലും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ മൊത്ത കച്ചവടം നടത്തുന്നത് രാഷ്ട്രീയക്കാർ മാത്രമാണ്. അവർ വിചാരിച്ചാൽ ഇതൊക്കെ നിൽക്കും. പക്ഷെ അവർ വിചാരിക്കില്ല. കാരണം എന്താണ്? ഈ സംസ്ഥാനം ഓടണമെങ്കിൽ, ഈ സംസ്ഥാനത്ത് പെൻഷൻ കൊടുക്കണമെങ്കിൽ, ശമ്പളം കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ ടാക്സ് വേണം എന്ന രീതിയിൽ ഇതിന് നിയന്ത്രണം വരുത്തില്ല. അതേസമയത്ത് തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാനുള്ള വഴി, അവിഹിതമായി പണം സമ്പാദിക്കാനുള്ള വഴി, ഏറ്റവും പുതിയ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. പിണറായി വിജയൻ തന്നെ പറഞ്ഞല്ലോ, എന്റെ മോൾക്ക് ത്രൂ അക്കൗണ്ട് ആണ് വന്നത്, എന്റെ മോൾക്ക് കൈക്കൂലി വന്നത് ത്രൂ അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ മാസപ്പടി വന്നത് ത്രൂ അക്കൗണ്ട് ആണ്, GST അടച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഇതെന്തല്ല? ഇത് അഴിമതിയല്ല, ഇത് കൈക്കൂലിയല്ല, മാസപ്പടി അല്ല എന്നാണ് കാരണബോധത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ആരോ പോസ്റ്റ് ഇട്ട് കണ്ടു, ഇനി മുതൽ കേരളത്തിൽ എല്ലാവരും കൈക്കൂലി ത്രൂ ബാങ്കിൽ കൊടുക്കണം. ത്രൂ ബാങ്ക് വഴി ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ഈ GP വഴിയാണ്, ഗൂഗിൾ പേ വഴിയൊക്കെയാണ് പല സ്ഥലത്തും കൈക്കൂലി കൊടുക്കുന്നത്. അപ്പൊ കൈക്കൂലി, മാസപ്പടി എന്നൊക്കെ വളരെ കൃത്യമായി വീണ വാങ്ങിയതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ ഇതിനുള്ള നമുക്ക് ഇതിനുള്ള ഇത് കാണിച്ചിരിക്കുകയാണ്, ഇതിന്റെ ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായി കൈക്കൂലി, മാസപ്പടി ഒക്കെ നിങ്ങൾ വാങ്ങിക്കൊള്ളുക. ഒരു പോലീസ് നിങ്ങളെ തൊടില്ല. കാരണം എന്താണ്? ആരെങ്കിലും ഏത് പോലീസ് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ പറഞ്ഞാൽ മതി, ഇത് ത്രൂ അക്കൗണ്ട് ആണ്, GST അടച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ GST അടയ്ക്കുക, നികുതി അടയ്ക്കുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി നിങ്ങൾ എന്ത് ചെയ്യുക? കൈക്കൂലി വാങ്ങുക. അപ്പോൾ കൈക്കൂലി കൊടുത്തവർക്കും പ്രശ്നമില്ല, കൈക്കൂലി വാങ്ങിയവർക്കും പ്രശ്നമില്ല. അങ്ങനെ കൈക്കൂലി കൊണ്ട് വിളയുന്ന ഒരു നാടായി കേരളം മാറുകയാണ് എന്നൊരു തിരിച്ചറിവാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ നടത്തിയത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും. നമുക്ക് മലയാള മനോരമ ആദ്യമായിട്ട് നോക്കാം. മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്, മുംബൈ ഭീകരാക്രമണം, തഹാവൂർ റാണയെ ഡൽഹിയിലെത്തിച്ചു, റാണയ്ക്ക് ഇന്ത്യൻ വിലങ്ങ് എന്നുള്ളതാണ് മെയിൻ സ്റ്റോറി. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അത് തന്നെയാണ്. കാലങ്ങളായി ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്
അമേരിക്കയിൽ നിന്ന് റാണയെ ഇന്ത്യയിൽ എത്തിക്കുക, വിചാരണ ചെയ്യുക എന്നുള്ള കാര്യം. ഇതില് ഇങ്ങനെയാണ് മനോരമയിൽ എഴുതിയത്: ഭീകര സംഘടനകൾക്കെതിരായ ഇന്ത്യയുടെ പോരാട്ട ചരിത്രത്തിൽ ഇത് വിജയദിനം. 2008 നവംബർ 26 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതികളിൽ ഒരാളായ പാക് വംശജൻ തഹാവൂർ റാണയെ, 64 വയസ്സാണ് കേട്ടോ, US-ൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഇനി ഇന്ത്യൻ മണ്ണിൽ റാണയ്ക്ക് വിചാരണയും ശിക്ഷയും. അതില് 2-3 പടങ്ങളാണ് കൊടുത്തത്. തഹാവൂർ റാണയുടെ പടമുണ്ട്. പിന്നീട് ആ മുംബൈ ഭീകര ആക്രമണത്തിൽ 2008 നവംബർ 26 മുംബൈ താജ് ഹോട്ടലിൽ ഉണ്ടായ ഭീകര ആക്രമണം ഒരു ഫയൽ ചിത്രം കൊടുത്തിട്ടുണ്ട്. പിന്നീട് മറ്റ് NIA ഈ തഹാവൂർ റാണയുമായി പോകുന്ന ഒരു ഫോട്ടോ ആണ്, പിൻഭാഗ ദൃശ്യമാണ്. അതിൽ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: 2011 മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളുള്ള ഒരാളായ തഹാവൂർ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി NIA ഉദ്യോഗസ്ഥർ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിച്ചപ്പോൾ NSG സുരക്ഷയിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് റാണയെ എത്തിച്ചത്. ഏതാണ്ട് പേജിന്റെ പകുതിയും റാണ വിശേഷങ്ങളാണ്. മാത്രമല്ല ഉള്ളിലുണ്ട് കേട്ടോ. ഉള്ളില് ഞാൻ ഉള്ളിലേക്ക് പിന്നെ പോകാന്ന് കരുതിയിട്ടാണ്. ഉള്ളിൽ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഈ 9ാം പേജ് മുഴുവൻ ഇങ്ങനെയാണ്: മറക്കില്ല മുംബൈ 166 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യപ്രതികളിൽ ഒരാളായ തഹാവൂർ ഹുസൈൻ റാണ 16 വർഷത്തിന് ശേഷം ഇന്ത്യൻ നിയമത്തിന് മുന്നിൽ 2008 ആക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലൂടെ എന്ന് പറഞ്ഞിട്ട് ആ സംഭവങ്ങളുടെ ഏറ്റവും സംക്ഷിപ്തമായ ഒരു വിവരണമാണ് മനോരമ ഈ 9ാം പേജിൽ കൊടുത്തത്. നമുക്ക് ഈ പത്രത്തിലെ മനോരമയിലെ മറ്റു വാർത്തകളിലേക്ക് നോക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കള്ളും സ്റ്റാർ എന്നുള്ളതാണ് കേട്ടോ. കള്ളും സ്റ്റാർ, അതായത് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പിണറായി സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ വഞ്ചന അല്ലെങ്കിൽ എന്താ പറയപ്പം, അതായത്